തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. സീനിയർ മാനേജർ സിവിൽ എഞ്ചിനീയറിംഗ്, സീനിയർ മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സീനിയർ മാനേജർ HR, ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. വിശദവിവരങ്ങൾ കണ്ണൂർ airport.aero കരിയേഴ്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സീനിയർ മാനേജർ സിവിൽ എഞ്ചിനീയറിംഗിന് യോഗ്യത എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ 1ാം ക്ലാസ് ബാച്ചിലർ ബിരുദമാണ്. സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അനുബന്ധ മേഖലയിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മുൻഗണനയുണ്ട്. കുറഞ്ഞത് 20 വർഷത്തെ പ്രോഗ്രസീവ് സിവിൽ എഞ്ചിനീയറിംഗ് പരിചയമാണ് ഇവർ ചോദിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, വിമാനത്താവളങ്ങളിലുള്ള പരിചയം, വ്യോമയാന പദ്ധതികൾ ഇവയെല്ലാം തന്നെ വളരെ വ്യക്തമായി അറിയാവുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. വ്യോമയാന സാഹചര്യങ്ങളിൽ ടെർമിനൽ കെട്ടിടങ്ങൾ, നടപ്പാതകൾ, റൺവേകൾ, ടാക്സിവേകൾ, ഡ്രെയിനുകൾ, റോഡുകൾ, സംരക്ഷണ ഭിത്തികൾ, യൂട്ടിലിറ്റികൾ ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കണം. മാനേജർ അല്ലെങ്കിൽ അതിനു മുകളിൽ കുറഞ്ഞത് 5 വർഷത്തെ ജോലി പരിചയവും ആവശ്യമാണ്. പ്രതിമാസം 1,50,000 രൂപ ശമ്പളം കൊടുക്കും. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. പക്ഷേ റീഫണ്ട് ചെയ്യാനാവില്ല. ഇനി സീനിയർ മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇതിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 1ാം ക്ലാസ് ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ഇലക്ട്രിക്കൽ പവർ സിസ്റ്റംസിൽ MTech ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. ഇതിനൊപ്പം തന്നെ 20 വർഷത്തെ പ്രോഗ്രസീവ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പരിചയം അഭികാമ്യമാണ്. കമ്പനിയുടെ നേരിട്ടുള്ള റോഡുകളിലോ കരാർ പ്രകാരമോ വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ, വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേക സാമ്പത്തിക മേഖലകൾ അല്ലെങ്കിൽ വ്യാവസായിക ടൗൺഷിപ്പുകൾ ഇവയിലെല്ലാമുള്ള പരിചയമാണ് ചോദിക്കുന്നത്. ഇതിനു പുറമെ 33 kV അല്ലെങ്കിൽ 11 kV സബ്സ്റ്റേഷനുകൾ, DG സെറ്റുകളും UPS സിസ്റ്റങ്ങളും, എയർഫീൽഡ് ഗ്രൗണ്ട് ലൈറ്റിംഗ്, SC ADA BMS ടെർമിനൽ ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങൾ, സൗരോർജ്ജ നിലയങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തിലും പരിപാലനത്തിലും പ്രായോഗിക പരിചയവും കൂടി ആവശ്യമാണ്. ശമ്പളം 1,50,000 രൂപയാണ്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. റീഫണ്ട് ചെയ്യിക്കില്ല. സീനിയർ മാനേജർ HR വിഭാഗത്തിൽ ഇന്ത്യയിലെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ HR-ൽ MBA, PGD BM ബിരുദത്തോടെ ഏതെങ്കിലും വിഷയത്തിൽ 1ാം ക്ലാസ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. തൊഴിൽ നിയമങ്ങൾ, വ്യാവസായിക ബന്ധങ്ങളിൽ സർട്ടിഫിക്കേഷൻ, HR അനലിറ്റിക്സ്, ടാലന്റ് മാനേജ്മെന്റിൽ സർട്ടിഫിക്കേഷൻ എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രശസ്ത കോർപ്പറേറ്റ് മേഖലകളിലെ HR പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് 20 വർഷത്തെ പരിചയം ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് മുൻഗണനയുണ്ട്. സീനിയർ മാനേജീരിയൽ HR മാനേജർ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയിൽ 3 വർഷത്തെ പരിചയവും ആവശ്യമാണ്. പ്രതിമാസം 1,50,000 രൂപയാണ് ശമ്പളം. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. റീഫണ്ട് ചെയ്യാനാവില്ല. കൂടുതൽ വിവരങ്ങൾക്ക് കണ്ണൂർ airport.aero/careers നോക്കുക. പിന്നീട് ജൂനിയർ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് 1ാം ക്ലാസ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ് നിർബന്ധം പറയുന്നില്ല. ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം. ഡിപ്ലോമക്കാർക്ക് 1 വർഷത്തെ യോഗ്യതാനന്തര പരിചയം ആവശ്യമാണ്. ഡിപ്ലോമ ഹോൾഡർമാർ 1 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പരിചയമാണ് നിർബന്ധമെന്ന് പറയുന്നു. അഭിമുഖ സമയത്ത് ഈ പരിചയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അങ്ങനെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ എഴുത്തുപരീക്ഷയിൽ യോഗ്യത നേടിയാലും അഭിമുഖത്തിന് പരിഗണിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശമ്പളം 27,500 രൂപയാണ്. അപേക്ഷാ ഫീസ് 500 രൂപ. റീഫണ്ട് ചെയ്യാനാവില്ല. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.